വൈപ്പിൻകരയ്ക്ക് പുതുപ്പിറവിയേകി ഗോശ്രീ ബസ്സുകളുടെ നഗരപ്രവേശത്തിന് സമാരംഭം. ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ കെ.എസ്.ആർ.ടി.സി സ്വകാര്യ ബസ്സുകൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗതാഗത സൗകര്യങ്ങൾ ആവശ്യമെങ്കിൽ ഇനിയും മെച്ചപ്പെടുത്തുമെന്ന് മന്ത്രി വ്യക്തമാക്കി. കെ.എസ്.ആർ.ടി.സി എന്നും നഷ്ടത്തിലാണെന്ന് ആരും കരുതേണ്ട. നാളെ തന്നെ സ്ഥാപനം ലാഭത്തിലാകുമെന്നല്ല അർത്ഥം. എന്നാൽ ഇത് തീർത്തും നശിച്ചു പോകില്ല എന്നുറപ്പുണ്ട്. ഇവിടെ സർവീസ് ആരംഭിക്കുന്ന 10 കെ.എസ്.ആർ.ടി.സി ബസ്സുകളിൽ കാര്യങ്ങൾ നേരായി നടന്നാൽ അത് 25 ഉയർത്തും. കാര്യവിവരങ്ങൾ MLA അറിയിക്കണം. അത്യാധുനിക നിലയിലുള്ള ബസ്സുകൾ വൈകാതെ നിരത്തുകളിൽ വ്യാപകമാകുമെന്നും അത് ലാഭം കൊണ്ടുവരുമെന്നും മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു. അതുകൊണ്ടാണ് പരിപാടി MLA ഉദ്ഘാടനം ഞാൻ വരണ്ട എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട MLA അദ്ദേഹം എന്നെ മന്ത്രിയെ വന്ന ദിവസം തൊട്ട് ഈ കാര്യത്തിൽ എന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുകയാണ്, ഇത് ചെയ്തു തരണം, നമ്മൾക്ക് എങ്ങനെയെങ്കിലും വണ്ടി ടൗണിനകത്ത് വന്ന് ഹൈക്കോടതിയിൽ വന്ന് നിർത്തിയിട്ട് പോവുകയാണ്, അങ്ങനെ ഇറങ്ങിക്കയറുന്ന പ്രയാസമാണ്. ഇങ്ങനെ നമ്മുടെ നടൻ സിദ്ദിഖ് ഒരു ദിവസം എന്ന് പറഞ്ഞു, ഇതൊരു അന്യായമാണ്. അദ്ദേഹം ഈ നാട്ടുകാരനാണ്, ഇതൊരു അന്യായമാണ്. അദ്ദേഹം പറഞ്ഞു, ഒന്ന് ഇതിൽ ഇടപെടണം, എങ്ങനെയെങ്കിലും ഗണേശ് ഒന്ന് ശരിയാക്കി തരണം എന്ന് പറഞ്ഞു. ഞാൻ ഇത് മനസ്സിൽ വെച്ചു. അപ്പൊ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്നത് സിദ്ദിഖ് പറയാറുണ്ട്. പക്ഷെ ഒരുപാട് റെസിഡൻസ് അസോസിയേഷനുകൾ, സാംസ്കാരിക സംഘടനകൾ, പള്ളികൾ, മറ്റ് സംഘടനകൾ എല്ലാം ഇതിനു വേണ്ടി ഒരുപാട് വർഷമായിട്ട് പോരാടുന്നത്. എന്തുകൊണ്ടാണ് ഈ പ്രൈവറ്റ് ബസ് തന്നെ അകത്തോട്ട്? ഞാനപ്പോൾ ഇതേ മന്ത് പറഞ്ഞപ്പോഴേ ഞാൻ RTO വിളിച്ചേച്ച് പറഞ്ഞു, ഈ പ്രൈവറ്റ് ബസ്സുകാരെല്ലാം അകത്തോട്ട് കയറിക്കൊള്ളാൻ പറയാമെന്ന്. അപ്പൊ അത് പറ്റൂല, കാരണം നിയമപരമായി അത് പറ്റൂല. എന്നാൽ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും 2 വണ്ടികൾ, മറ്റേ എക്സ്റ്റൻഷൻ വേണ്ട ആർക്ക്. കാരണം ഇതിനകത്ത് വേറെ കുഴപ്പമുണ്ട്, സിറ്റിയിലോട്ട് കയറിയ പിന്നെ സമയം പോയി പിന്നെ ഓടി ആളിനെ നുള്ളി പറക്കാൻ പറ്റൂല. വളരെ വേഗത്തിൽ ആളിനെ നുള്ളി പറക്കിയുള്ള പൈസ പോക്കറ്റിലിട്ട് പോകണം. അതിന് സമയം കിട്ടൂല. അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ കുഴിക്കാം, ഇച്ചിരി സമയം എടുക്കും. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഈ MLA പറഞ്ഞ കാര്യത്തിന് പരിഹാരം കാണാൻ നോക്കുമ്പോൾ, എന്നാ പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാന്ന് വെച്ചാൽ അതിനകത്ത് കൂടുന്നവർ ഉടനെ കോടതി പോകും, കേസ് പറയും. RTO മീറ്റിംഗിൽ പോയി അവരെതിർക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റുന്ന ഒരു പണിയുണ്ട്. KSRTC ബസ്സുകളെ ഞാൻ കൊണ്ടുവന്ന് അങ്ങ് ടൗണിനകത്ത് കയറ്റി കാക്കനാടോ അമൃതയിലോ ആസ്റ്ററിലോ മെഡിക്കൽ കോളേജിലോ എവിടെ വേണം വിട്ടേക്കാം, അതങ്ങ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ MLA പറഞ്ഞു, എന്നാ അത് മതി എന്ന് പറഞ്ഞു. ഞങ്ങളൊരു യോഗം വിളിച്ചതാണ്. ആ നിമിഷം KSRTC ഉദ്യോഗസ്ഥർക്ക് അവിടെ വെച്ച് അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് നിർദ്ദേശം കൊടുത്തു. ഇന്ന് KSRTC ബസ് ഓടാൻ തുടങ്ങിയാണ്. കേരളത്തിലെ നമ്മുടെ വിവിധ മേഖലകളിൽ നിന്നാണ് ഇത് വണ്ടി വരുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് വണ്ടി പോകുന്നുണ്ട്. 10 വണ്ടികളാണ് അല്ലേ? 10 വണ്ടികളല്ലേ? ഇവിടെ 10 വണ്ടി നമ്മൾ വന്ന് ആദ്യഘട്ടമായി 10 വണ്ടി 28 ട്രിപ്പാണ് വെച്ചിരിക്കുന്നത് അല്ലേ? കളമശ്ശേരി മെഡിക്കൽ കോളേജ്, വൈറ്റില, കാക്കനാട്, എൻഫോ പാർക്ക്, തോപ്പുംപടി, ഫോർട്ട് കൊച്ചി, തൃപ്പൂണിത്തറ. ഇത് ഗുരുവായൂരിൽ നിന്ന് 2 വണ്ടി വരുന്നുണ്ട്. കാരണം ഇവിടെ ഓപ്പറേറ്റിംഗ് സംവിധാനം ഇല്ലാത്തതുകൊണ്ട്. മാളയിൽ നിന്ന് 2 വണ്ടി വരുന്നുണ്ട്, കൊടുങ്ങല്ലൂരിൽ നിന്ന് 2 വണ്ടി, പറവൂരിൽ നിന്ന് 2 വണ്ടി, എറണാകുളത്ത് 2 വണ്ടി. ഞാൻ ഇതിനുവേണ്ടി പ്രവർത്തിച്ച സംഘടനകളോടും റെസിഡൻസ് അസോസിയേഷനോടും നേതാക്കളോടും സാംസ്കാരിക നായകന്മാരും പൊതുപ്രവർത്തകരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ദയവ് ഇത് ഈ വണ്ടി ഉപയോഗിച്ച് വിജയിപ്പിച്ചാൽ 10ന്റെ സ്ഥാനത്ത് 25 വണ്ടി ഞാൻ ഇട്ട് തരാം. ഒരാശങ്കയും വേണ്ട. KSRTC പുത്തൻ വണ്ടി വരെയാണ്. KSRTC ചരിത്രത്തിൽ കാണാത്തവരുള്ള പുതിയ വണ്ടികളുടെ ഒഴുക്കാണ് ഏപ്രിൽ മാസം മുതൽ. എയർ കണ്ടീഷൻ ചെയ്ത വണ്ടികൾ, സ്ലീപ്പർ ബസ്സുകൾ എല്ലാം ഞാൻ കണക്കെടുക്കുകയാണ്. ബാംഗ്ലൂരിലേക്കൊക്കെ പോകുന്ന എല്ലാ ബസ്സുകളെയും കണക്കെടുത്തിട്ട് അതെല്ലാം ഹൈ ക്ലാസ് ബസ്സാക്കാൻ പോകും. KN ഉണ്ണികൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റുമാരായ തുളസി സോമൻ, സരിത സനൽ എന്നിവർ മുഖ്യാതിഥികളായി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ റസിഗല പ്രിയരാജ്, മിനി രാജു, അസീന അബ്ദുൽ സലാം, മേരി വിൻസെന്റ്, രമണി അജയൻ, VS അക്ബർ, KS നിബിൻ, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് MB ഷൈനി, KSRTC ചീഫ് ട്രാഫിക് ഓഫീസർ TA ഉബൈദ്, എഡ്രാക്ക് പ്രസിഡന്റ് രംഗനാഥ പ്രഭു, CPIM ഏരിയ സെക്രട്ടറി AP പ്രിനിൽ, ജെയ്സൺ ജോസഫ്, TK കുഞ്ഞപ്പൻ, അഡ്വക്കേറ്റ് VP സാബു, PN സുനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു.